ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ മലയാള സെക്കൻഡിലെ ശ്രീനാരായണ ഗുരു എന്ന പാഠഭാഗം, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ശ്രീനാരായണ ഗുരു സന്ദേശങ്ങളുടെ പ്രസക്തി ഈ കാലഘട്ടത്തിലും ലോകത്തിലും മൊത്തത്തിലും എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കുന്ന പാഠഭാഗമാണ് ശ്രീനാരായണ ഗുരു എന്ന ഈ പാഠഭാഗം. അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലേക്ക് മാത്രമാണോ, അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ചിരുന്ന പ്രദേശത്തേക്ക് മാത്രമുള്ളതാണോ? അല്ല എന്നും അത് എല്ലാ കാലഘട്ടത്തിലേക്കും എല്ലാ സ്ഥലത്തേക്കും വ്യാപിപ്പിക്കാൻ പറ്റുന്ന ഒരു സന്ദേശമാണെന്നുള്ള ഒരു മാർഗമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഈ പാഠഭാഗത്തിലൂടെ അവതരിപ്പിക്കുന്നത്. സെറ്റാണല്ലോ? ഓക്കെ. ശ്രീനാരായണ ഗുരു യൂണിറ്റ് 2 ചാപ്റ്റർ 4 പാഠസംഗ്രഹം. ജ്ഞാനസിദ്ധനും കർമ്മസിദ്ധനുമായിരുന്ന ശ്രീനാരായണ ഗുരുവാണ് കേരളീയരെ മനുഷ്യത്വം പഠിപ്പിച്ചത് എന്ന് പറയാം. ജ്ഞാനസിദ്ധനും കർമ്മസിദ്ധനുമായിരുന്ന ശ്രീനാരായണ ഗുരുവാണ് കേരളീയരെ മനുഷ്യത്വം പഠിപ്പിച്ചത് എന്ന് പറയാം. ഗുരുവിൻ്റെ സന്ദേശങ്ങൾ വിലയിരുത്തുകയാണ് ഈ ലേഖനത്തിലൂടെ. ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങളെ വിലയിരുത്തുകയാണ് ഈ ലേഖനത്തിലൂടെ. മനുഷ്യ നന്മക്കാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയിരുന്നത്. മനുഷ്യജാതിയെ അറിവിൻ്റെ വെളിച്ചം കൊണ്ട് വഴി നയിച്ചവനാണ് ജ്ഞാനസിദ്ധൻ. ആരെയാണ് നമ്മൾ ജ്ഞാനസിദ്ധൻ എന്ന് വിളിക്കുക? മനുഷ്യ നന്മക്കാണ് ശ്രീനാരായണ ഗുരു പ്രാധാന്യം കൊടുത്തത്. മനുഷ്യജാതിയെ അറിവിൻ്റെ വെളിച്ചം കൊണ്ട് വഴി നയിച്ചവനാണ് ജ്ഞാനസിദ്ധൻ. മനുഷ്യജാതിയെ അറിവിൻ്റെ വെളിച്ചം കൊണ്ട് വഴി നയിച്ചവനാണ് ജ്ഞാനസിദ്ധൻ. പ്രവർത്തനങ്ങളിലൂടെ വഴി വെളിച്ചമേകുന്നവനാണ് കർമ്മസിദ്ധൻ. അത് തൻ്റെ പ്രവർത്തനത്തിൽ കാണിക്കുമ്പോൾ അതാരായി മാറും? കർമ്മസിദ്ധനായിട്ട് മാറുന്നു. ആധ്യാത്മികതയും ഭൗതികതയും ജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകങ്ങളാണെന്ന് ഗുരു ഉത്ബോധിപ്പിച്ചു. ആധ്യാത്മികത ഒരേ സമയം ആത്മീയതയും വേണം, അതോടൊപ്പം എന്ത് വേണം? ഭൗതികതയും വേണമെന്ന് ആര് പറഞ്ഞു? ശ്രീനാരായണ ഗുരു പറഞ്ഞു. മതങ്ങൾക്ക് അതീതമായ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. മനുഷ്യൻ്റെ സമഗ്രമായ വികാസം, വ്യക്തിത്വത്തിൻ്റെ പരിപൂർണമായ സാക്ഷാത്കാരം, അതായിരുന്നു ഗുരുവിൻ്റെ ലക്ഷ്യം. അതിനാൽ തന്നെ മറ്റ് സന്യാസിമാരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു ശ്രീനാരായണ ഗുരു എന്ന് പറയാം. സെറ്റാണല്ലോ? ഓക്കെ. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. മറ്റ് സന്യാസിമാരിൽ നിന്ന്, യോഗികളിൽ നിന്ന് ശ്രീനാരായണ ഗുരു എങ്ങനെ വ്യത്യസ്തനാകുന്നു എന്നാണ് കുറ്റിപ്പുഴ അവതരിപ്പിക്കുന്നത്. സ്വമോക്ഷത്തെ ലക്ഷ്യമാക്കി പ്രവൃത്തി രംഗത്ത് നിന്ന് നിവർത്തനായില്ല. മറ്റ് സന്യാസിമാരിൽ നിന്ന് നമ്മൾ പറഞ്ഞാണ്, അത് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. മറ്റ് സന്യാസിമാരിൽ നിന്ന് ഗുരു എങ്ങനെ വ്യത്യസ്തമാകുന്നു? സ്വമോക്ഷത്തെ ലക്ഷ്യമാക്കിയല്ല ഗുരു എന്ത് ചെയ്തത്? സ്വമോക്ഷത്തെ ലക്ഷ്യമാക്കിയില്ല, സ്വകീയമായ വ്യക്തിമഹത്വത്തെ സമൂഹ ഉന്നതിക്ക് വേണ്ടി ഉപയോഗിച്ചു. യോഗശക്തിയും ജ്ഞാനശക്തിയും ലൗകിക തലത്തിലേക്കും പ്രസരിപ്പിച്ചു. ജനങ്ങളുടെ അന്ധകാര ജീവിതത്തിൽ പ്രകാശം പരത്തി സ്വതന്ത്ര ബോധമുള്ളവരാക്കി. മനുഷ്യത്വത്തെ സമുദ്ധരിച്ചു. ജാതിപിശാചിനെ ഉച്ചാരണം ചെയ്ത ജ്ഞാനസിദ്ധൻ, കർമ്മസിദ്ധൻ, പ്രായോഗിക വേദാന്തത്തിന് പ്രാധാന്യം, ഇതെല്ലാമാണ് മറ്റ് സന്യാസിമാരിൽ നിന്ന് ഗുരുവിനെ വ്യത്യസ്തനാക്കുന്നത്. ശ്രീനാരായണ ഗുരു ഏതെല്ലാം നിലകളിലാണ് പൂർവാചാര്യനായി പ്രശോഭിച്ചിട്ടുള്ളത്? മനുഷ്യജാതി എന്ന വിശാല ആശയത്തിൻ്റെ പ്രഥമാവതാരകൻ. ഓർത്തു വെക്കുക, മനുഷ്യജാതി എന്ന വിശാല ആശയത്തിൻ്റെ പ്രഥമാവതാരകൻ. മതത്തെയും ദൈവത്തെയും അദ്വൈത ദൃഷ്ട്യാ ഏകത്വത്തിൽ വിലയിപ്പിച്ച തത്വദർശി. നൂറ്റാണ്ടുകളായി നിലനിന്നു വന്ന മൂഢാചാര പാരമ്പര്യത്തെയും അന്ധവിശ്വാസത്തെയും ധീരതയോടെ ധ്വംസിച്ച് സാമൂഹ്യ ജീവിതത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ഉൽപ്പതിഷ്ണു. യുക്തി അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏത് മതപ്രമാണത്തെയും തത്വസംഹിതയെയും നിശബ്ദം നിരൂപണം ചെയ്ത സ്വതന്ത്ര ചിന്തകൻ എന്നീ നിലകളിൽ പൂർവാചാര്യനായി ശ്രീനാരായണ ഗുരു പ്രശോഭിച്ചിട്ടുണ്ട്. മനുഷ്യജാതി എന്ന വിശാല ആശയത്തിൻ്റെ പ്രഥമാവതാരകൻ, മതത്തെയും ദൈവത്തെയും അദ്വൈത ദൃഷ്ട്യാ ഏകത്വത്തിൽ വിലയിപ്പിച്ച തത്വദർശി, നൂറ്റാണ്ടുകളായി നിലനിന്നു പോന്ന മൂഢാചാര പാരമ്പര്യത്തെയും അന്ധവിശ്വാസത്തെയും ധീരതയോടെ ധ്വംസിച്ച് സാമൂഹ്യ ജീവിതത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ഉൽപ്പതിഷ്ണു. യുക്തി അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏത് മതപ്രമാണത്തെയും തത്വസംഹിതയെയും നിശബ്ദം നിരൂപണം ചെയ്ത സ്വതന്ത്ര ചിന്തകൻ എന്നീ നിലകളിലാണ് പൂർവാചാര്യനായി പ്രശോഭിച്ചത്. ഗുരുവിൻ്റെ
ദർശനങ്ങൾ അല്ലെങ്കിൽ വചനങ്ങളെ ഉപന്യാസത്തിൽ എന്ത് ചെയ്യും, നിങ്ങളോട് ചോദിക്കും, ഓരോന്നിനും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, വിശദമാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് നമ്മൾ ഓർത്തു വെക്കുക, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്, അതിൻ്റെ വിശദീകരണം നിങ്ങൾ കൊടുക്കുക. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, വിശദീകരണം കൊടുക്കുക. വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ ശ്രമിക്കണം, അവർക്ക് അറിവുണ്ടാകട്ടെ, അത് തന്നെയാണ് അവരെ നന്നാക്കാനുള്ള മരുന്ന്. ജാതിപ്പിശാചിനെ ഉച്ചാരണം ചെയ്ത് കേരളീയരെ മനുഷ്യത്വം പഠിപ്പിച്ച ഏക ഗുരുനാഥനെന്നും ഈ ഋഷിവര്യനെ വിശേഷിപ്പിക്കാം. ജാതിപ്പിശാച് എന്ന പ്രയോഗത്തിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത് ചോദിക്കും, ഉത്തരെഴുതിക്കൊള്ളുക. താഴ്ന്ന ജാതിക്കാർക്ക് ജീവിതം നരക തുല്യമായിരുന്നു. ജാതിയുടെ പേരിൽ നിലനിന്നിരുന്ന ദുരാചാരത്തെയാണ് ജാതിപ്പിശാച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പല മതസാരവും ഏകമെന്ന് പാരാതെ ഉലകിലൊരാനയിൽ അന്തരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അത് കണ്ടലയാതമർന്നിടണം എന്ന് പറയുന്നുണ്ട്. യുവത കണ്ട് അലയാതമർന്നിടണം എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഇതിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിക്കും. എല്ലാ മതങ്ങളുടെയും സാരം ഒന്നു തന്നെയാണ്. ആനയെ സ്പർശിച്ച് പറയുന്ന പോലെ പലരും പല യുക്തികൾ പറഞ്ഞ് അവരുടെ മതങ്ങളെക്കുറിച്ച് പറയുന്നു. മതങ്ങളെ പറ്റി വികല ധാരണകളാണ്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ കൊല്ലും കൊലയും. എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം ഒന്ന് തന്നെയാണെന്ന് തിരിച്ചറിയണം. മതഭേദങ്ങളെപ്പറ്റി ശ്രീനാരായണ ഗുരുവിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കുക. എല്ലാ മതങ്ങളുടെയും സാരം ഒന്ന് തന്നെയാണ്. അന്ധന്മാർ പലർ കൂടി ആനയെ സ്പർശിച്ച് ആനയെപ്പറ്റി പലവിധം വിവരിക്കുന്നതിന് തുല്യമാണ് പല പല യുക്തികൾ കൊണ്ട് അവനവന് ഭാഗികമായി അനുഭവപ്പെടുന്ന രീതിയിൽ മതങ്ങളെപ്പറ്റി വികല ധാരണകൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന ശ്രീനാരായണ സന്ദേശം എക്കാലത്തും ഏത് രാജ്യത്തും വില പോകുന്നതും ഏത് സമുദായത്തിൻ്റെയും സാംസ്കാരിക വികസനത്തിന് അത്യന്തം ഉപകരിക്കുന്നതുമായ ഒരു വിശിഷ്ടാശയമാണ്. ഭൂമുഖത്തെ വികൃതമാക്കുന്ന ജാതി മതഭേദങ്ങളെ ഇല്ലാതാക്കി മനുഷ്യത്വം അവിടെ നിലനിൽക്കുന്നതുമാണ്. അപ്പോൾ ജാതിക്കും മതങ്ങൾക്കും ബഹുവിധ ദൈവങ്ങൾക്കും നിൽക്കക്കള്ളി ഇല്ലാതാകുമെന്ന് ആര് കൂട്ടിച്ചേർക്കുന്നു? ശ്രീനാരായണ ഗുരു കൂട്ടിച്ചേർക്കുന്നു. ഓക്കെ, ഒരു 2 തവണ കേട്ടു നോക്കുക, സെറ്റാക്കുക. ഓക്കെ, താങ്ക് യു.